ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വളരെ നാളായി ഉദ്യോഗാർത്ഥികൾ വളരെയധികം കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്ന് റിലീസ് ചെയ്തത്. ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, ഈ അവസരം കഴിയുന്നതും ഉദ്യോഗാർത്ഥികൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ ഉടനെ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ്, പ്രിവന്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, CBI സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, NIA സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇന്റലിജൻസ് ബ്യൂറോ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, NIA സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ആൾക്കാരിലെത്തണം, കൂടുതൽ ഉദ്യോഗാർത്ഥികൾ താല്പര്യമുള്ള, സ്വല്പം ബുദ്ധിമുട്ടിയാലും കിട്ടിയാൽ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ചൊരു കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്താമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സായി പോരാവുന്ന എക്സാമിനേഷൻ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഇന്നാണ്, അതായത് 29 ഡിസംബർ 2020 ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ CGL 2020 31 ജാനുവരി 2021 31 ജാനുവരി 2021 വരെ ഇതിന് സമയമുള്ളൂ. ഇത് 4 ടയർ എക്സാമിനേഷൻ, ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4. ഇതിൽ ഫസ്റ്റ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 29/5/2021 മെയ് 29 തുടങ്ങി ജൂൺ 7 വരെയാണ് ഇപ്പൊ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ടയർ 2, ടയർ 3, ടയർ 4 ഇതിന്റെ ഒന്നും ടൈം അറിയിച്ചിട്ടില്ല, അത് സബ്സിക്വന്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ: അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർക്ക് വേണ്ടുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി, MBA, ICWA അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, MCOM, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ്. ഇതാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർക്ക് വേണ്ടുന്ന യോഗ്യത. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ മിനിമം ഓഫ് 60% ഇൻ മാത്തമാറ്റിക്സ് ഇൻ ക്ലാസ് 12th. ക്ലാസ് 12th മിനിമം 60% മാർക്സോടെ മാത്തമാറ്റിക്സ് കിട്ടിയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് അറ്റ് ഡിഗ്രി ലെവൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. The candidates must have studied statistics as a subject in all the 3 years of the graduation course. മറ്റുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഏതെങ്കിലും സബ്ജക്റ്റുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ്, ഇത് ഗ്രൂപ്പ് ബിയിലേക്കും ഗ്രൂപ്പ് സിയിലേക്കുമാണ് സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലേക്ക് 27 വയസ്സ് വരെയാണ് ഉള്ളത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഡിറ്റർ, ഓഫീസ് അണ്ടർ CGDA, ഓഡിറ്റർ, അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടന്റ് ഓഫീസർ അണ്ടർ C&AG, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അതർ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ്, സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഓർ UDC, സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് മിനിസ്ട്രീസ് അതർ ദാൻ CS കേഡേഴ്സ്, ടാക്സ് അസിസ്റ്റന്റ് CBDT അതായത് ഇൻകം ടാക്സിൽ, സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, UDC. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ, അത് ഗ്രൂപ്പ് ബിയുടെ കീഴിലുള്ള പോസ്റ്റാണ്. 20 മുതൽ 27 വയസ്സ് വരെ പറഞ്ഞിരിക്കുന്നത് ടാക്സ് അസിസ്റ്റന്റ് CBEC, കസ്റ്റംസിലെ ടാക്സ് അസിസ്റ്റന്റ്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. ഇതെല്ലാം ഗ്രൂപ്പ് ബിയുടെ കീഴിലുള്ള പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ AFHQ, അസിസ്റ്റന്റ് അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ, സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നോട്ട് എക്സീഡിംഗ് 30 years, 30 വയസ്സിൽ കൂടാത്തത് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, അസിസ്റ്റന്റ് അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ, പ്രിവന്റീവ് ഓഫീസർ
Inspector Examiner, CBEC. Assistant Audit Officer, Indian Audit and Accounts Department. Assistant Audit Officer, Indian Audit and Accounts Department under CAG. Group B, Gazetted ഉണ്ട്, non-ministerial ഉണ്ട്. Assistant Section Officer, Intelligence Bureau. Assistant Section Officer, other ministry, department and organization. Assistant Superintendent, other ministries, departments. Inspector of Income Tax, Divisional Accountant, office under CAG. 30 വയസ്സ് വരെ ഉള്ളത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. സബ് ഇൻസ്പെക്ടർ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇത് രണ്ടും ഗ്രൂപ്പ് ബി പോസ്റ്റിംഗ്സ് ആണ്. 32 വയസ്സ് വരെ എലിജിബിലിറ്റി ഉള്ളത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ഗ്രൂപ്പ് ബി. ഇവരുടെ സാലറി മൊത്തം നോക്കാം. ഇത് പേ ലെവൽ 4, 5, 6, 7, 8 എന്നീ പേ ലെവലുകളിലേക്കാണ് ഇതിന്റെ കീഴിലുള്ള പോസ്റ്റിംഗ്സ് വരുന്നത്. പേ ലെവൽ 8-ലാണെന്നുണ്ടെങ്കിൽ 3 സിറ്റീസിന്റെ ബേസിലാണ്, എക്സ് സിറ്റി, വൈ സിറ്റി, ഇസഡ് സിറ്റി. അതനുസരിച്ച് 70,716 രൂപ മുതൽ 63,100 രൂപ വരെയാണ് ഇവർക്ക്. എക്സ് സിറ്റീസിലുള്ളവർക്കാണെങ്കിൽ 70,716, വൈ സിറ്റിയിലാണെങ്കിൽ 66,900, ഇസഡ് സിറ്റിയിലാണെങ്കിൽ 63,100. പേ ലെവൽ 8-ൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, ഇവരാണ് പേ ലെവൽ 8-ൽ വരുന്നത്. പേ ലെവൽ 7-ൽ വരുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെൻട്രൽ സെക്രട്ടറിയൽ സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, assistant or assistant section officer, other ministries or department, inspector of income tax, inspector of central excise, preventive officer, assistant enforcement officer, sub inspector CBI, inspector department of post, central inspector, central bureau of narcotics. ഇവരെല്ലാം പേ ലെവൽ 7-ലാണ് വരുന്നത്. അതായത് അവരുടെ ബേസിക് പേ വരുന്നത് 44,900 to 1,42,400 ആണ്. നെറ്റ് ആയിട്ട് കിട്ടുന്നത് എക്സ് സിറ്റീസിൽ 66,900, വൈ സിറ്റീസിൽ 63,300, ഇസഡ് സിറ്റീസിൽ 57,900. പേ ലെവൽ 6-ൽ വരുന്ന പോസ്റ്റിംഗ്, അതായത് അവരുടെ ബേസിക് പേ വരുന്നത് 35,400 to 1,12,400. ഗ്രൂപ്പ് ബി ആണ്. പല ഓഫീസുകളിലും അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, NIA-യിൽ സബ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇവരെല്ലാം പേ ലെവൽ 6-ലാണ് വരുന്നത്. പേ ലെവൽ 5-ൽ വരുന്നത് 29,200 to 92,300. ഇത് ഗ്രൂപ്പ് സിയുടെ കീഴിലുള്ള പോസ്റ്റിംഗ് ആണ്. ഓഡിറ്റർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്. ഇത് ഇത്രയുമാണ് ഈ ലെവലിൽ വരുന്നത്. അടുത്ത പേ ലെവൽ 4-ൽ 25,500 to 81,100. ഇതും ഗ്രൂപ്പ് സിയുടെ കീഴിലുള്ളതാണ്. ഇതിൽ വരുന്നത് ടാക്സ് അസിസ്റ്റന്റ്, CBDT, CBIC, കസ്റ്റംസിലും ഇൻകം ടാക്സിലുമുള്ള ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്. ഇത്രയുമാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. ഇനി ടോട്ടൽ വേക്കൻസി കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ളതിനേക്കാളൊക്കെ വേക്കൻസി വളരെ കുറവാണ് ഈ വർഷം. ഇതുവരെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 8,582 വേക്കൻസീസ് ആണ്. 8,582 വേക്കൻസീസ്. ഇതിൽ ജനറൽ മെറിറ്റ് വരുന്നത് 3,674, അതായത് അൺറിസർവ്ഡ്. ഷെഡ്യൂൾഡ് കാസ്റ്റിലെ 1,242, ഷെഡ്യൂൾഡ് ട്രൈബ് 6,667, OBC 2,198. അങ്ങനെ ടോട്ടൽ 8,582 ആണ് ഇതുവരെ അസസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 10,000 വരെ ഇൻക്രീസ് ചെയ്തേക്കാനുള്ള ചാൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ നോക്കാം. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ. വിമൻ കാൻഡിഡേറ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് എക്സ് സർവീസ്മെൻ ഇവരെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എക്സാമിനേഷൻ സെന്റേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ 7 സ്ഥലത്താണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, ട്രിവാൻഡ്രം. സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 ടൈപ്പിലുള്ള എക്സാം ഉണ്ട്. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4. ടയർ 1-ല് ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ചോദ്യങ്ങളുണ്ട്. അതിൽ പാസ്സാകുന്നവർക്കാണ് ടയർ 2-ലെ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് 2 കമ്പൽസറി പേപ്പേഴ്സ് ആൻഡ് അതർ 2 പേപ്പേഴ്സ് ഫോർ സ്പെസിഫിക് പോസ്റ്റ്. മൂന്നാമത്തത് ടയർ 3 ഡെസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്, അതായത് പെൻ ആൻഡ് പേപ്പർ മോഡ്.
ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാം. ഇത് റിട്ടൺ എക്സാം ആണ്. നാലാമത്തെ സ്കിൽ ടെസ്റ്റ് ഓർ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആസ് പെർ ദ പോസ്റ്റ് അപ്ലൈഡ്. Marks scored by candidates in Tier 1 and Tier 2 examination if conducted in multiple shift. ഇത് കൂടുതൽ വേക്കൻസീസ് ഉള്ളതുകൊണ്ട് പല ഷിഫ്റ്റുകളിലായിട്ട് നടത്തും. അപ്പോൾ ഇത് this will be normalized and such normalized scores will be treated as final. കാരണം പല ദിവസങ്ങൾ നടത്തുന്നതായതുകൊണ്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയതുകൊണ്ട് ഇത് ഒരു നോർമലൈസ്ഡ് സ്കോഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇതിൽ നിന്നും സെലക്ഷൻ നടത്തുന്നത്. എക്സാമിനേഷന്റെ പാറ്റേൺ നോക്കാം. ടയർ 1-ല് 4 സബ്ജക്റ്റ് ആണുള്ളത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ചോദ്യം 50 മാർക്ക്, ജനറൽ അവയർനെസ് 25 ചോദ്യം 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യം 50 മാർക്ക്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ചോദ്യം 50 മാർക്ക്. അങ്ങനെ മൊത്തം 100 ചോദ്യവും 200 മാർക്കുമാണുള്ളത്. 60 മിനിറ്റ് ആണ് ടൈം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് സ്കോറിംഗ് ഉണ്ട്. അര മാർക്ക് വീതം എല്ലാ ചോദ്യത്തിലും, എല്ലാ സെക്ഷനിലുമുള്ള ചോദ്യങ്ങൾക്ക് അര മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. The duration of the exam is 80 minutes for candidates who are visually handicapped. Visually handicapped ആയിട്ടുള്ളവർക്ക് 20 മിനിറ്റ് അധികം കൊടുക്കുന്നുണ്ട്. ടയർ 2-ല് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ജനറൽ സ്റ്റഡീസ്. ഇതിൽ 2 പേപ്പർ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനും കമ്പൽസറി ആണ്. മറ്റേത് എക്സാമിനേഷന്റെ ബേസിൽ വരുന്ന റിക്വയർമെന്റ് അനുസരിച്ചാണ്. മറ്റേ 3ഉം 4ഉം അത് ഓപ്ഷണലാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസിന് 100 ചോദ്യം 200 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 200 ചോദ്യം 200 മാർക്ക്. 2 മണിക്കൂർ വീതമുള്ള എക്സാം ആണ്. ഇതിനും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 മാർക്സ്, അതായത് 1/4 മാർക്ക് വീതം നെഗറ്റീവ് മാർക്കും ഇതിനുണ്ട്. ടയർ 3 എക്സാം. ടയർ 3 ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം, നേരത്തെ പറഞ്ഞു, ആൻഡ് ഈസ് കണ്ടക്ടഡ് ഓഫ്ലൈൻ. റിട്ടൺ എക്സാം ആണ്. പെൻ ആൻഡ് പേപ്പർ മോഡ്. Candidates need to write essay, letter, application or précis. This is to test the written skill of the candidate in English or Hindi. Tier 3 exam accounts for a total of 100 marks. 100 മാർക്കിന് വേണ്ടിയാണ് ഈ എക്സാം നടത്തുന്നത്. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്. 20 മിനിറ്റ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് നൽകും. കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് 2019 കട്ട് ഓഫ് ആണ് പറയുന്നത്. അൺറിസർവ്ഡിന് 180.12237 അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് ഇതായിരുന്നു. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രേഡ് 2-ന് 165.77474 ഇതായിരുന്നു. റിമൈനിങ് പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്നവർക്ക് 147.78606. OBC, SC, ST, EWS, OH, HH, others, PWD ഇവരുടെ എല്ലാം കട്ട് ഓഫ് പോയിന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. CHSLന്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോ CGLന്റെ ആണ്. ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിലേക്ക് വിളിച്ചു ചോദിക്കാം. ഇൻസൈറ്റ് ഇതിനുവേണ്ടി സെപ്പറേറ്റ് കോച്ചിങ് നടത്തുന്നുണ്ട്. പുതിയ ബാച്ച് 4/1/2021 ജനുവരി 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇത് കഴിയുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നല്ലൊരു ചാൻസ് ആണ്. ഈ വർഷത്തെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും അവസാനത്തെ എക്സാമിനേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷനുമാണ്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും ഈ വിവരം അറിയിക്കുക. ഇത് ആരും മിസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് റിലീസ് ചെയ്ത് ഇന്ന് തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. ഉദ്യോഗാർത്ഥികൾ ട്രൈ ചെയ്യുക. നല്ലപോലെ ട്രൈ ചെയ്താൽ, കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഈസി ആയിട്ട് സെക്യൂർ ചെയ്യാനൊക്കാവുന്ന ഒരു പ്രസ്റ്റീജിയസ് ജോബ് ആണ് ഇത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി താല്പര്യപ്പെടുത്തി ഇതിൽ കണക്ട് ചെയ്യുക. വേണ്ടുന്നവർക്ക് ഷെയർ ചെയ്യുക, അയച്ചു കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.